ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നെക്സ്റ്റ് സീരീസ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഫേഷ്യൽ ചെയ്യുന്ന ഒരു റിസൾട്ട് കിട്ടുന്ന ആ ഒരു തരത്തിലുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത് 2 സ്റ്റെപ്പായിട്ടാണ് ഉണ്ടാവുക. ഞാനിത് മെയിൻലി റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മൾ അപ്കമിങ് ബ്രൈഡ്സിനാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു സ്ക്രബ്ബറാണ്. ആ സ്ക്രബ്ബ് നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഷുഗർ 1 ടീസ്പൂൺ ഷുഗർ, പിന്നെ കോക്കനട്ട് ഓയിൽ 1 ടീസ്പൂൺ, പിന്നെ കോഫി പൗഡർ, പിന്നെ ഒരു നമ്മൾ ഏത് ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത് അതിൽ നിന്നൊരു 1-2 ഡ്രോപ്സ് അത് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മൾ മുഖത്ത് നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ നെക്കിലും ഫേസിലും നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നല്ലവണ്ണം സ്ക്രബ് ചെയ്യുക. സ്ക്രബ് അങ്ങനെ നല്ലോണം സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ മേലെ നിൽക്കുന്ന കാക്ക വരെ നമ്മൾ നോക്കും, അവർക്കൊരു ടാറ്റ കൊടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെ അതും കഴിഞ്ഞു നല്ല അടിപൊളിയായിട്ട് സ്ക്രബ് ചെയ്ത് ചെയ്യുക. എന്നിട്ട് നമ്മളിത് വാഷ് ചെയ്തിട്ട് വരിക. കാണ് ഗൈസ്, കാണ്. നിങ്ങൾക്ക് കാണുന്നില്ല എൻ്റെ കണ്ണിലുള്ള പ്രണയം? എൻ്റെ കണ്ണിലുള്ള തിളക്കം. ഇനി നമുക്കൊന്നും കൂടി തിളക്കം കൂട്ടാം. അതിന് വേണ്ടിയിട്ടൊരു ഫേസ് മാസ്ക് ആണ് നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്പർ 2. അരിപ്പൊടി, കോഫി പൗഡർ, തൈര്, എസ്ക്യൂസ് ഓഫ് ലെമൺ, ഇത് 4 കൂടി നല്ലോണം മിക്സ് ചെയ്യുക. മുഖത്ത് നല്ലോണം അപ്ലൈ ചെയ്യുക. ഇത് എന്നെ പോലെ പറഞ്ഞാൽ കേൾക്കാത്തൊരു ജാതി സാധനം കേട്ടോ. പോണോക്കിയെ മുഖത്ത് നിൽക്കണമെന്നല്ലേ, നിർത്തിയോടത്തല്ല നിൽക്കണത്. ഇവിടെ തേക്കുമ്പോൾ അവിടെ പോവും, അവിടെ തേക്കുമ്പോൾ ഇവിടെ പോവും, ഇവിടെ തേക്കുമ്പോൾ അവിടെ പോവും. അങ്ങനെ എന്തേലും ആയിക്കോട്ടെ, നമുക്ക് നിൽക്കണവർ നിന്നാൽ മതി, അല്ലാത്തവരാണ് പോട്ടെ, ഒന്നും വയ്യ. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇത് ക്ലീൻ ചെയ്യാൻ കുറേ ഇഷ്ടപ്പെട്ടിട്ടാ. നെക്കിലും അപ്ലൈ ചെയ്യണം കേട്ടോ നല്ലോണം. അല്ലെങ്കിൽ 2 കളറായിട്ട് കാണും. അപ്പോൾ ഫേസിലും നെക്കിലും നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുക. എവിടെ തരി കുറവുള്ളത് നമ്മളെ മീശയൊക്കെ ഒന്ന് മറക്കണം കേട്ടോ. അപ്പം മീശ എൻ്റെ മറിഞ്ഞിട്ടില്ല. അപ്പം മീശമ കുറച്ച് ആ സൈഡിലും ഈ സൈഡിലും മീശ മറിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊരു 20 to 25 മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 10-20 മിനിറ്റ് ആകുമ്പോൾ നമ്മളെ ഫേസൊക്കെ ഡ്രൈ ആയി വരും. നമ്മൾക്ക് ഇളക്കാൻ പറ്റില്ല കേട്ടോ, നമ്മൾക്ക് സംസാരിക്കാൻ പറ്റില്ല, വായ തുറക്കാൻ തന്നെ പറ്റില്ല, അത്രയും അത് ഒട്ടിപ്പിടിച്ചിരിക്കും. ഇനി നമുക്കിത് വാഷ് ചെയ്യാം. ഞാൻ വാഷ് ചെയ്യല്ല, ഞാനിതാ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഒരു ടവലുകൊണ്ട് ഫേസ് നല്ലോണം തുടക്കുകയാണ് ചെയ്യുന്നത്. അത് എൻ്റെ മാറ്റം കാണാൻ വേണ്ടിയിട്ടാണ്. ഞാൻ വാഷ് ചെയ്യാൻ അവിടെ പോയാൽ ലൈറ്റ് കിട്ടില്ല ഗൈസ്, അപ്പോൾ എന്നെ കാണൂല. അതുകൊണ്ട് ഞാനിതാ തുടച്ചെടുക്കുമ്പോൾ തന്നെ നല്ല മാറ്റം എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കമൻറ്റ് ചെയ്തിട്ട് പറയും എന്തെങ്കിലും മാറ്റം ഉണ്ടോ ഇല്ലേ, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ആക്കണം, ഇതാക്കണോ അതാക്കണോ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്താലല്ലേ അറിയുള്ളൂ. സോ എനിവേ, ഇത് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്ക് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക,